മൂന്നാർ ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA റിസോർട്ടിനോടനുബന്ധിച്ചുള്ള പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ അനുമതി കൊടുത്തു. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസീൽദാർ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ നടപടി. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു എവിടെയാണ് നിൽക്കുന്നത്? മനോഹരമായ ഇതൊരു പ്രദേശത്താണെന്ന് തോന്നുന്നല്ലോ. ഞാനിവിടെ കല്ലാർകുട്ടിക്ക് സമീപമാണ് നിൽക്കുന്നത്. കല്ലാർകുട്ടി ഡാമിനൊക്കെ പരിസരത്തായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കുഴൽനാടൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ചിന്നക്കനാലിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്യു തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ നിലവിൽ ഈ ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് ആധാരത്തിലുള്ളത്. പക്ഷേ റവന്യൂ വിഭാഗം നടത്തിയ പരിശോധനയിൽ ആ സ്ഥലം അളന്നപ്പോൾ അതിലൊരു 50 സെന്റ് പുറമ്പൂക്കായി കിടപ്പുണ്ട്. അത് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് കയ്യേറ്റ ഭൂമിയാണെന്നാണ് കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ കയ്യേറ്റം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ റിപ്പോർട്ട് നിലവിൽ ജില്ലാ കളക്ടർ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ആ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുൻപിലുള്ള നടപടി. അത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം LRA തഹസിൽദാർക്കായിരിക്കും ആ ചുമതല. 2-3 ദിവസങ്ങൾ ആ പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഭൂമി പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് കിടക്കുക. 50 സെന്റ് സ്ഥലമാണ് അധിക ഭൂമിയെ കണ്ടെത്തിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചിന്നക്കനാൽ റിസോർട്ടിന് സമീപത്താണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തന്റെ ഭാഗത്ത് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു. പക്ഷേ കഴിഞ്ഞ ദിവസം മാത്യു ഈ സ്ഥലം ഏറ്റെടുപ്പ് അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് സർക്കാർ ഭൂമി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ്. എന്നാൽ ഇന്ന് മാത്യു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 10:30 മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണും. ഒരു വശത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം UDF മാത്യു കുഴൽനാടൻ ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെയല്ല. അതിനപ്പുറത്ത് ചില വസ്തുതകളുണ്ട്. ഇവിടെ സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറിയിട്ടുണ്ട് എന്നാണ് റവന്യൂ വിഭാഗം വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു.